എൻ്റെ പേര് ലേന. വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2025 SSLCയുടെ സ്റ്റേറ്റ് സിലബസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ വരയ്ക്കുന്ന ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അല്ലാതെയുള്ള ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് 4, 3 as the center and radius 5 units. What is the distance from the center of the circle to the x-axis? Write the coordinates of the points where the circle cuts the x-axis. അപ്പോൾ ഇവിടെ എന്താണ്, 4, 3 സെൻറ്ററായിട്ട് ഒരു സർക്കിളുണ്ട്. 4, 3 സെൻറ്ററായിട്ട് ഒരു സർക്കിളുണ്ട്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ആണ്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ആണ്. എന്നിട്ട് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ ടു ദി എക്സ് ആക്സിസ്. അതായത് ആ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും എക്സ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്, ആ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും എക്സ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്. ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് എ ഷേപ്പ് ഓർ പോയിൻ്റ് XY to the x-axis is the absolute value of its y coordinate. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഏതെങ്കിലും ഒരു ഷേപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിൻ്റോ അതിൻ്റെ സെൻറ്ററിൽ നിന്നും എക്സ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്, അതിൻ്റെ സെൻറ്ററിൽ നിന്നും എക്സ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എന്താണ്, ഈ ഷേപ്പിൻ്റെ അവിടെ നമ്മുടെ സർക്കിളാണ്, ഇവിടെ നമുക്ക് സർക്കിളാണ്. അപ്പോൾ ആ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും എക്സ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇസ് ദ അബ്സൊല്യൂട്ട് വാല്യൂ ഓഫ് ഇറ്റ്സ് വൈ കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റിൻ്റെ അബ്സൊല്യൂട്ട് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 4, 3 സെൻറ്ററായിട്ടാണ് ഇവിടെ സർക്കിൾ തന്നിരിക്കുന്നത്. 4 എന്ന് പറയുന്നത് എൻ്റെ എക്സ് കോർഡിനേറ്റും 3 എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, 3 യൂണിറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിൻറ്റ്സ് വേർ ദി സർക്കിൾ കട്ട്സ് ദി എക്സ് ആക്സിസ്. അപ്പോൾ ഇവിടെ നമ്മൾ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് ഇവിടെ സർക്കിളിലെ എക്സ് ആക്സിൽ കട്ട് ചെയ്യുന്ന ആ ഒരു കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിൻറ്റ്സ് വേർ എ സർക്കിൾ കട്ട്സ് ദി എക്സ് ആക്സിസ് are found by setting y equal to 0 in the circle's equation and solving the resulting quadratic equation for x. അതായത് നമ്മൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കോർഡിനേറ്റ്സ്, അതായത് ആ ഒരു സർക്കിളെ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിലുള്ള കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ആ ഒരു സർക്കിളിലെ എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിലുള്ള കോർഡിനേറ്റ്സ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് എന്താണ്, നമ്മൾ സർക്കിളിൻ്റെ ഇക്വേഷൻ ആദ്യം തന്നെ അറിയണം. സർക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. എക്സ് മൈനസ് എച്ച് ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് സെൻറ്റർ 4ഉം 3ഉം തന്നിട്ടുണ്ട്. സെൻറ്റർ 4ഉം 3ഉം തന്നിട്ടുണ്ട്. അതായത് ഇവിടെ സെൻറ്ററായിട്ട് എച്ച് കെ എന്ന് വിളിക്കുന്നത് ഇവിടെ 4ഉം 3ഉമാണ്. സെൻറ്ററായിട്ട് ഇവിടെ HK എന്ന് പറഞ്ഞ് വിളിക്കുന്നത് 4ഉം 3ഉമാണ്. പിന്നെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് R ഈക്വൽ ടു 5 ആണ്. റേഡിയസ് R ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടു, ഇവിടെ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ വൈക്ക് നമ്മൾ 0 കൊടുക്കണം. അതുപോലെ തന്നെ എച്ചിൻ്റെ സ്ഥാനത്ത് 4ഉം കെയുടെ സ്ഥാനത്ത് 3ഉം കൊടുത്തിട്ടാണിത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ എന്ന് പറയുമ്പോൾ ഇവിടെ 3 ആണ്. അപ്പോൾ വൈ മൈനസ് 3 സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അതായത് ആർ എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. അപ്പോൾ 5 സ്ക്വയർ ദാറ്റ് ഈസ് 25. ഇവിടെ എന്താണ്, വൈക്ക് 0 കൊടുക്കണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വൈക്ക് 0 കൊടുക്കണം. അപ്പോൾ ഇത് എക്സ് മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ്
വൈക്ക് 0 കൊടുക്കുമ്പോൾ ഇവിടെ -3 സ്ക്വയർ ഈക്വൽ ടു 25. ദിസ് ഈസ് x-4 ഹോൾ സ്ക്വയർ പ്ലസ് 9. -3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്, ഈക്വൽ ടു 25. x-4 ഹോൾ സ്ക്വയറിന് ഇവിടെ നിർത്തിക്കൊണ്ട് ഈ 9 അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ x-4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 25 മൈനസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും. 25 മൈനസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 16. അതായത് x-4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16 ആണെങ്കിൽ x-4 ഈക്വൽ ടു എന്ത് കിട്ടും? x-4 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 അല്ലേ? പ്ലസ് ഓർ മൈനസ് 4, 4ൻ്റെ സ്ക്വയർ ആണ് 16. അപ്പോൾ x-4 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇതിനകത്ത് നിന്ന് x ഈക്വൽ ടു ഒന്നെന്ത് കിട്ടും? 4 പ്ലസ് ഈ ഒരു -4 ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 4 പ്ലസ് 4 ഈക്വൽ ടു 8. പിന്നെ -4 പ്ലസ് 4 ഈക്വൽ ടു 0. ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു കോർഡിനേറ്റ്സ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടുത്തെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0 0 8 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ തന്നിട്ടുള്ളത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 20. അപ്പോൾ ഇങ്ങനൊരു സീക്വൻസാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സം കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം 1 2 3 എക്സെട്ര അതാണ് നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് n ഇൻറ്റു n പ്ലസ് 1/2. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? 20 ആണ്. അപ്പോൾ ഇവിടെ 20 വരെയുള്ള ടേംസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതായിരിക്കും നമ്മുടെ n എന്ന് പറയുന്നത്. അപ്പോൾ ഈ n-ൻ്റെ സ്ഥാനത്ത് നമുക്ക് 20 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ n-ൻ്റെ സ്ഥാനത്ത് 20 എഴുതാണ്. 20 ഇൻറ്റു n പ്ലസ് 1, അതായത് 20 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 21 ഡിവൈഡഡ് ബൈ 2. ഇതും ക്യാൻസലായിപ്പോയി 10. അങ്ങനെ 10 ഇൻറ്റു 21 ദാറ്റ് ഈസ് ഈക്വൽ ടു 210. 210 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ 210. ഇനി സെക്കൻഡ് വൺ തന്നിരിക്കുന്നത് എന്താണ്? 5 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് എക്സെട്ര പ്ലസ് 100. ഇപ്പോൾ ഈ ഒരു സീക്വൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഓരോ ടേമിനെയും 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു സീക്വൻസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ 1 ഇൻറ്റു 5 ഈക്വൽ ടു 5, 2 ഇൻറ്റു 5 ഈക്വൽ ടു 10, 3 ഇൻറ്റു 5 ഈക്വൽ ടു 15, 20 ഇൻറ്റു 5 ഈക്വൽ ടു 100. അങ്ങനെ നമ്മൾ 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഫസ്റ്റ് സീക്വൻസും ഈ ഒരു സെക്കൻഡ് സീക്വൻസും കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് സീക്വൻസിനോട് 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമുക്ക് സെക്കൻഡ് സീക്വൻസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് മാത്രമേ ചെയ്യാനുള്ളത്? ഇതിൻ്റെ സം കണ്ടുപിടിക്കാനായിട്ട് ഈ 210 കൂടി ഇൻറ്റു 5 ചെയ്താൽ മതി. 200. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് 210 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1050. അതാണ് ആൻസർ കിട്ടുന്നത്. ഇനി ഈ ഒരു സീക്വൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു സീക്വൻസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനോടുകൂടി ഇപ്പോൾ ഫസ്റ്റ് ടേമിനോടുകൂടി 3 ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് 8 കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് ടേമിനോടുകൂടി 3 ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് 13 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ആഡ് ചെയ്താണ് പോയിട്ടുള്ളത്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ 3 ആഡ് ചെയ്താണ് പോയിട്ടുള്ളത്. ഇതെന്തായാലും ഈ ഒരു സീക്വൻസിൽ നമുക്ക് ഈ ഒരു ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനോടുകൂടി പ്ലസ് എന്ത് ചെയ്യണം? ഈ ഒരു 3 ടൈംസ് ഇൻറ്റു 20 ചെയ്താൽ മതി. ഇതിപ്പോൾ 20 ടൈംസാണ് 3 മൾട്ടിപ്പിൾ ചെയ്ത് പോയിട്ടുള്ളത്. 3 മൾട്ടിപ്പിൾ അല്ല, 3 ആഡ് ചെയ്ത് പോയിട്ടുള്ളത്. ഈ ഒരു സീക്വൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 ആഡ് ചെയ്താണ് പോയിട്ടുള്ളത്. അതിപ്പോൾ 20 ടൈംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് ഈ ആൻസറിനോടുകൂടി 1050 പ്ലസ് 20 ഇൻറ്റു 3, 1050 പ്ലസ് 20 ഇൻറ്റു 3 ദാറ്റ് ഈസ് 60, ദാറ്റ് ഈസ് ഈക്വൽ ടു 1010 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ കിട്ടുന്നത്. അതുപോലെ ഈ ഒരു സീക്വൻസ് നോക്കുകയാണെങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ
ഇതിനകത്ത് നിന്ന് 4 സബ്സ്ട്രാക്ട് ചെയ്ത് പോയേക്കാണ്. 8 - 4 = 4, 13 - 4 = 9. അങ്ങനെയാണ് ഇത് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കാനായിട്ട് ഈ ആൻസറിനോട് കൂടി 20 ടൈംസ് ഓഫ് 4 മൈനസ് ചെയ്ത് കളയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആൻസറിലോട്ട് എത്താൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് 100110 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനോടുകൂടി എന്താണ് 20 ടൈംസ് 4 മൈനസ് ചെയ്ത് കളയുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറയുന്നത് സം ഈക്വൽ ടു ഇതിൻ്റെ അകത്തെ ഈ ആൻസർ മൈനസ് 20 ടൈംസ് ഇൻറ്റു 4. അപ്പോൾ ഇത് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 1030 എന്നാണ് ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെങ്ത് ഓഫ് എ റെക്ടാങ്കുലർ ഹോൾ ഈസ് 5 meters more than the breadth. Diagonal is 10 meters more than the breadth. Taking breadth as x, write the measures of length and diagonal in terms of x. ഇവിടെ എന്താ പറയുന്നത്? ഒരു റെക്ടാങ്കുലർ ഹോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 meters more than the breadth. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ബ്രെഡ്ത്തിനിവിടെ എക്സ് ആക്കി എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ ഈ റെക്ടാങ്കുലർ ഹോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാളും 5 meters കൂടുതലാണ്. അപ്പോൾ എനിക്ക് ഈ ലെങ്ത് എന്ന് പറയുന്നത് 5 meters കൂടുതൽ എന്ന് പറയുമ്പോൾ ബ്രെഡ്ത്തിനേക്കാളും x+5 എന്നെനിക്ക് എടുക്കാൻ പറ്റും. അതുപോലെ ഡയഗണൽ എന്താ പറയുന്നത്? ഡയഗണൽ ഈസ് 10 meters മോർ ദാൻ ദി ബ്രെഡ്ത്ത്. ഇപ്പോൾ ബ്രെഡ്ത്ത് ഞാൻ എക്സ് ആയിട്ട് എടുത്താൽ ഡയഗണൽ എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാളും 10 meters കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ റൈറ്റ് ദ മെഷേഴ്സ് ഓഫ് ലെങ്ത് ആൻഡ് ഡയഗണൽ ഇൻ ടേംസ് ഓഫ് എക്സ്. എക്സിൻ്റെ ടേംസിലാണ് ഇതിൻ്റെ ലെങ്ത്തും ഡയഗണലും എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് ആക്കിയാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. ബ്രെഡ്ത്ത് ഇവിടെ എക്സ് ആക്കി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലെങ്ത്ത് നമുക്കിതിനകത്ത് നിന്ന് ക്ലിയർ ആണ്. ബ്രെഡ്ത്തിനേക്കാളും 5 meters കൂടുതലാണ് ലെങ്ത്ത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ടേംസിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ ലെങ്ത്ത് ഈക്വൽ ടു ഇതിനകത്ത് നമുക്ക് ക്ലിയർ ആണ് x+5. അതുപോലെ ഡയഗണൽ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡയഗണൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിനകത്ത് നിന്നും ക്ലിയർ ആണ് ബ്രെഡ്ത്തിനേക്കാളും 10 meters കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ക്ലിയർ ആണ് ഡയഗണൽ എന്ന് പറയുന്നത് x+10. അപ്പോൾ ലെങ്ത്ത് എനിക്ക് x+5 എന്നും കിട്ടി, ഡയഗണൽ എന്ന് പറയുന്നത് x+10 എന്നും കിട്ടി. ഇനി ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫോം എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി ഹോൾ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ എക്സിൻ്റെ ടേംസിലാണ് ലെങ്ത്തും ഡയഗണലും എഴുതി വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനകത്ത് നിന്ന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ ഹോളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനായിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പൈതഗോറസ് തിയറം അറിയണം. പൈതഗോറസ് തിയറം, അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ, ഇത് ബേസ്, ഇത് ഹൈപ്പോട്ടന്യൂസ്. നമ്മൾ പൈതഗോറസ് തിയറം പഠിക്കുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കേസിൽ പെർപെൻഡിക്കുലർ ഇത് നമുക്ക് ലെങ്ത് ആയിട്ട് എടുക്കാം. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ നമുക്കിത് ഇത് നമുക്ക് ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ്, അതുപോലെ തന്നെ ഇവിടുത്തെ ലെങ്ത്ത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ x+5 ആണ്, ഇത് x+5 ആണ്. അതുപോലെ തന്നെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് x+10 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ എടുത്തിട്ടുണ്ട്? ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ലെങ്ത്ത് എന്ന് പറയുന്നത് x+5 ആയിട്ട് എടുത്തിട്ടുണ്ട്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് x+10 ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് എന്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്? ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. a² പ്ലസ്, ഇപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലറിൻ്റെ അവിടെ എയും ബേസിൻ്റെ അവിടെ ബിയും ഹൈപ്പോട്ടന്യൂസിൻ്റെ അവിടെ സിയും ആണെങ്കിൽ a² പ്ലസ് b² ഈക്വൽ ടു c². ഓക്കെ, അപ്പോൾ ബൈ ദിസ് ഇക്വേഷൻ
നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും ഇത്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് 10 ഹോൾ സ്ക്വയർ എന്നായിരിക്കും നമുക്ക് ഇതിനകത്ത് നിന്ന് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതിനകത്ത് നിന്ന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് 10 ഹോൾ സ്ക്വയർ. ഇത് എന്നിട്ട് എന്താണ്, ഇതിനകത്ത് നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അപ്ലൈ ചെയ്തിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതും. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോഴേക്കും എക്സ് സ്ക്വയർ പ്ലസ് ഇതെന്താണ്, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 × 1 × 5 അങ്ങനെ നമുക്ക് 10x പ്ലസ് ഇത് 25 എന്ന് കിട്ടും. 25 ഈക്വൽ ടു ഇതിനകത്തും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 × 1 × 10 20x പ്ലസ് 10 സ്ക്വയർ 100 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സ് സ്ക്വയറിനെ, അതായത് ഇപ്പോൾ ഇവിടെ 2x സ്ക്വയർ ഉണ്ട്, ഇപ്പുറത്തൊരു എക്സ് സ്ക്വയർ ഉണ്ട്. ഈ എക്സ് സ്ക്വയറിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് എനിക്ക് എന്തെന്ന് കിട്ടും, എക്സ് സ്ക്വയർ. അതുപോലെ ഈ പ്ലസ് 20x ഇപ്പുറത്തേട്ട് വരുമ്പോഴേക്ക് നമുക്ക് എന്ത് കിട്ടും, 10x മൈനസ് 20x എന്നുള്ളത് നമുക്ക് മൈനസ് 10x എന്ന് കിട്ടും. മൈനസ് 10x ഈക്വൽ ടു ഇനി ഈ 20, അതായത് ഈ 25നെ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 100 മൈനസ് 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 75 എന്ന് കിട്ടും. 75. ഇനി ഞാനിവിടെ രണ്ട് സ്ഥലത്തും 25 ആഡ് ചെയ്ത് കൊടുക്കണേണ്. 25 ആഡ് ചെയ്ത് കൊടുക്കണേണ്. ഇവിടെ 25, ഇവിടെ 25. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് നമുക്ക് 100 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ എന്താണ് സ്ക്വയർ റൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതെന്തിൻ്റെ എക്സ്പാൻഷനാണത്, എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഇവിടെ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. ഇതെന്ന് പറയുന്നത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്, ഇവിടെ മൈനസ് ഉള്ളത് കൊണ്ട് അല്ലേ. അപ്പോൾ ഇത് എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ ആണ് ഇതെന്ന് പറയുന്നത്. ഈക്വൽ ടു ഇതെന്താണ്, 100. അതെന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എക്സ് മൈനസ് 5 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 10 എന്നുള്ളത് കിട്ടും അല്ലേ. 10ൻ്റെ സ്ക്വയർ ആണ് 100 എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് മൈനസ് 5 ഈക്വൽ ടു എനിക്ക് പ്ലസ് ഓർ മൈനസ് 10 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഞാൻ 10 എടുക്കുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 10 പ്ലസ് 5 ഈക്വൽ ടു 15. എക്സ് ഈക്വൽ ടു 10 പ്ലസ് 5 ഈക്വൽ ടു 15 മീറ്റർ. എക്സ് എന്തായിരുന്നു, എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരുന്നു, എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെഡ്ത്ത് ആയിരുന്നു അല്ലേ. എക്സ് എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ആയിരുന്നു. അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് 15 മീറ്റർ എന്ന് കിട്ടും. ഇനി ഇവിടെ ഇപ്പോൾ ലെങ്ത്തും കണ്ടുപിടിക്കാനുണ്ട്, അതുപോലെ തന്നെ ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനുണ്ട്. ഇപ്പോൾ ബ്രെഡ്ത്ത് നമുക്ക് കിട്ടി. ഇനി ലെങ്ത്ത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 5 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 5 ഈക്വൽ ടു എക്സ് ഇപ്പം നമുക്ക് 15 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 15 പ്ലസ് 5 ഈക്വൽ ടു എന്താണ് 20 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ കിട്ടിയിരിക്കുന്നത് ലെങ്ത്ത് എന്ന് പറയുന്നത് 20 മീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 15 മീറ്ററുമാണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിൻറ്റ്സ് എ ആൻഡ് ബി ആർ 3, 2 ആൻഡ് 8, 7. Find the coordinates of the midpoint of the line joining the points A and B. If there is a point P with a AP is to PB equal to 2:3, find the coordinates of P. ഇപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് കോർഡിനേറ്റ്സ് എയുടെയും ബിയുടെയും, എയും ബി എന്ന് പറയുന്ന രണ്ട് പോയിൻറ്റ്സുകളാണ്. അതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് 3ഉം 2ഉം 8ഉം 7 എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഈ കോർഡിനേറ്റ്സിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. ഈ കോർഡിനേറ്റ്സിൻ്റെ മിഡ് പോയിൻ്റ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാനുണ്ട്. ദ മിഡ് പോയിൻ്റ് ഓഫ് എ ലൈൻ സെഗ്മെൻറ്റ് വിത്ത് n പോയിൻറ്റ്സ് x1, y1 ആൻഡ് x2, y2 ഈസ് ഫൗണ്ട് ബൈ ആവറേജിങ് ദി x കോർഡിനേറ്റ്സ് ആൻഡ് ദി y കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x കോർഡിനേറ്റിൻ്റെ ആവറേജും
വൈ കോർഡിനേറ്റിൻ്റെ ആവറേജും ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. മിഡ് പോയിൻ്റ് ഈക്വൽ ടു x1 പ്ലസ് x2/2 കോമ y1 പ്ലസ് y2/2. അപ്പോൾ ഇവിടെ എന്താണ്, ഇതിനെ നമുക്ക് ആദ്യത്തെ പേരിന് എനിക്ക് x1 y1 എന്നും രണ്ടാമത്തെ പേരിന് എന്താണ് x2 y2 എന്നെടുക്കാം. അപ്പോൾ ഇവിടെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്താ പറഞ്ഞിട്ടുള്ളത്, x1 പ്ലസ് ആവറേജിങ് ദി x കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ x1 പ്ലസ് x2/2 കോമ y1 പ്ലസ് y2/2 എന്ന് പറയുമ്പോഴേക്കും ഇവിടെ നമുക്ക് x1 എന്നുള്ളത് 3ഉം x2 എന്നുള്ളത് 8ഉമാണ്. അപ്പോൾ 3 പ്ലസ് 8/2. അതുപോലെ y1 എന്ന് പറയുന്നത് 2ഉം y2 എന്ന് പറയുന്നത് 7ഉമാണ്. അപ്പോൾ 2 പ്ലസ് 7/2. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്ത് കിട്ടും, 11/2 9/2. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇഫ് ദർ ഈസ് എ പോയിൻറ്റ് P with AP is to PB equal to 2:3, find the coordinates of P. അതായത് ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് P ഉണ്ട്, അതിൻ്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. AP is to PB equal to 2:3, find the coordinates of P. പിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനകത്തൊരു ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട്, സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞിട്ട്. ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് P of xy that divides the line segment joining A x1 y1 and B x2 y2 in the ratio m:n 2:3, use the section formula. അതെന്തിവിടെ പറഞ്ഞിരിക്കുന്നത്, പിയുടെ കോർഡിനേറ്റ്സ് P ഈക്വൽ ടു mx2 പ്ലസ് nx1 ഡിവൈഡഡ് ബൈ m പ്ലസ് n, my2 പ്ലസ് ny1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. P ഈക്വൽ ടു ആ ഇക്വേഷൻ സെക്ഷൻ ഫോർമുല എന്ന് പറയും, mx2 പ്ലസ് nx1 divided by m plus n, my2 plus ny1 divided by m plus n. അതായത് ഇവിടെ ഇപ്പോൾ m:n എന്ന് പറയുന്നത് എന്താണ്, അതായത് എമ്മിന് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം, m ഈക്വൽ ടു 2 ആൻഡ് n ഈക്വൽ ടു 3. m ഈക്വൽ ടു 2 ആൻഡ് n ഈക്വൽ ടു 3 ആണ് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ എന്ത് കിട്ടും, അതായത് m2ഉം n3ഉം ഇതിനകത്ത് കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഇപ്പോൾ കോർഡിനേറ്റ്സ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, x1 y1 x2 y2 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ m എന്ന് പറയുന്നത് 2 ഇൻറ്റു x2 എന്ന് പറയുന്നത് 8 ആണ്, 8 പ്ലസ് n എന്ന് പറയുന്നത് 3 ഇൻറ്റു x1 എന്ന് പറയുന്നത് 3 ആണ്, ഡിവൈഡഡ് ബൈ m പ്ലസ് n, അതായത് 2 പ്ലസ് 3 അത് 5 ആണ്, കോമ m എന്ന് പറയുന്നത് 2 ഇൻറ്റു y2 എന്ന് പറയുന്നത് എന്താണ് 7 ആണ്, 7 പ്ലസ് n എന്ന് പറയുന്നത് 3 ഇൻറ്റു y1 എന്ന് പറയുന്നത് 2 ആണ്, 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 5. ഇതെന്ത് കിട്ടും നമുക്ക് ആൻസർ, അതായത് 2 ഇൻറ്റു 8 16, 16 പ്ലസ് 9/5, 16 പ്ലസ് 9/5 കോമ ഇതെന്താണ് 2 ഇൻറ്റു 7 14 പ്ലസ് 3 ഇൻറ്റു 2 6/5, അതായത് 25/5 എന്ന് പറയുന്നത് 5 ആണ്, 20/5 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് പിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 5 4 എന്നാണ് കിട്ടുന്നത്.